ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാനമായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി ഇന്ന് വൈകുന്നേരം കേരളത്തിലുടനീളം ഇന്നലെ നടന്ന കൂട്ടായ്മയ്ക്കെന്റെ ഉറവിന് മുമ്പിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണൂർക്കുള്ള മുമ്പിൽ അതുപോലെ ക്രിയാത്തിന്റെ വീടിന് മുമ്പിലുമൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ നടത്തിയ പ്രതിരോധം, ആ പ്രതിരോധത്തിന് അടിസ്ഥാനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിണറായിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ അതിനെ പ്രതിരോധിക്കാനാണ് ഇന്നലെ ആ ജനങ്ങൾ ഈ വീട് നടക്കുന്ന കേന്ദ്രങ്ങളിൽ മാത്രമല്ല കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊറ്റം വരെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഡൽഹിയുടെ കേന്ദ്ര ഓഫീസിന് മുന്നിൽ ഒക്കെ തന്നെ ജനകീയ പ്രതിരോധം തീർത്ത് വളരെ വ്യക്തതയോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഇന്ന് ചില പത്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും മോഡി എന്ന് പറയാനൊക്കെ ഒരു പേടി എന്ന് ചോദിക്കേണ്ട. ഞാൻ ആദ്യം തന്നെ പറയാൻ മോഡിയാണ് ഇതിലൊന്നാമത്തെ പ്രതി. ഞങ്ങൾക്ക് മോഡിയെ പറയാൻ യാതൊരു ധൈര്യക്കുറവില്ല. കാരണം നിങ്ങൾ എല്ലാ കാലത്തും ഈ യൂണിയൻ ഉൾപ്പെടെയുള്ളവരെ അവരുമായി അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായി പുറത്തു വരാൻ പോവാണ്. ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് വളരെ വ്യക്തതയോടുകൂടി അറിയാം, കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ട് കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് ഇഡി, മറ്റൊന്നാണ് നമുക്കെല്ലാം അറിയുന്ന ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിഭാഗം, CAG, കോടതി, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ. ഇതെല്ലാം സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഒരു അർദ്ധ സൈന്യ വിഭാഗമാണ്. ഈ അർദ്ധ സൈന്യ വിഭാഗമെന്ന് ഞാൻ പറഞ്ഞത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. RSS ആണ്. RSSന്റെ നിയന്ത്രണത്തിലാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ BJPയുടെ ഈ ഭരണകാലത്ത് മുഴുവൻ കൈകാര്യം ചെയ്തു വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ആസൂത്രിതമായി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃനിരയെ തകർക്കാൻ അവരുടെ മേലെ നിരവധിയായ കേസുകൾ CBI ആവാം, ED ആവാം, IT ആവാം, ഏതാവാം ആ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെ വരുന്നതിൽ മറ്റ് പാർട്ടിക്കാർക്കുമാര് ഇപ്പോൾ BJPയുടെ MLA-മാരും മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുകയാണ്. ചിത്രം. എന്നാൽ ആ മോഡലിൽ ബംഗാളും കേരളവുമെല്ലാം ഇടതുകൊണ്ട് ജനാധിപത്യമായി പിന്നോക്കം പോയപ്പോ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും പറഞ്ഞത് ഇനി ഞങ്ങളുടെ ഉന്നത കേരളമാണെന്നാണ്. ഈ കേരളത്തിലെ ഇടതുകൊണ്ട് ജനാധിപത്യ പ്രസ്ഥാനത്തിൽ നടക്കാൻ പ്രത്യേകിച്ച് CPIM ഉൾപ്പെടെയുള്ള ഇടതുകൊണ്ട് ശക്തികളെ നടക്കാൻ ബോധപൂർവമായ ആസൂത്രിതമായ പരിപാടികളുമായിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷാ. ഇവരെല്ലാം ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ആയതിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഖാവ് പിണറായിക്കെതിരായി ഇപ്പോഴും കടന്നാക്രമണത്തിന്റെ കേസുമായി വരികയാണ്. ഇന്നലെ വർഷങ്ങൾ വന്നിട്ട് കേസിന്റെ ഭാഗമായിട്ട് പ്രതിയല്ല പിണറായി വിജയൻ. പിണറായി വിജയന് പിണറായിയും ഇപ്പോഴുള്ള വാർത്താകുട്ടിയും ഒക്കെ നേരിട്ട് കാണുന്ന പ്രതിരോധത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ കേസ് വലിയ ഗൗരവമുള്ള കേസെല്ലാം എല്ലാവർക്കും കാരണം 1.72 കോടി രൂപ
ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള കരാരടിസ്ഥാനപ്പെടുത്തിയിട്ട് സേവനം നൽകി വാങ്ങിയിരിക്കുന്നു. കൊടുത്തുവെന്ന് അവരും വാങ്ങിയെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. ആ വാങ്ങിയതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ്, എല്ലാ നികുതികളും ഒഴുക്കിക്കൊണ്ടാണ്, ഇങ്ങനെ ഉൾപ്പെടെ മുഴുവൻ കൊടുത്തുകൊണ്ടാണ് ആ പണം വാങ്ങിയിട്ടുള്ളത് എന്ന കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു നയാപൈസയുടെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ ആക്ഷേപിക്കുന്നില്ല. ഇങ്ങനെ കൃത്യമായ വ്യക്തിയുള്ള കമ്പനിയും സംബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സേവനം ലഭിച്ചിട്ടുണ്ട്. സേവനം ലഭിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കമ്പനിയും പറഞ്ഞു. കമ്പനി അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ പണം കൃത്യതയോടുകൂടി കണക്കിൽ രേഖപ്പെടുത്തി അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ഗവൺമെന്റ് കൊടുക്കേണ്ടുന്ന ടാക്സ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചത്. ഇപ്പോഴും ആലോചിച്ചിരിക്കുകയാണ്. കേസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ കേസ് പോയി? താഴെ മുനിസിപ്പൽ കോടതി മുതൽ വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള എല്ലാ കോടതികളിലും കേസ് പോയി. കേസ് തള്ളി. ആ കേസെല്ലാം തള്ളിപ്പോയി. നിരവധിയായ ആളുകൾ കേസ് നൽകിയിട്ടുണ്ട്. ആ കേസിലൊന്നും യാതൊരു അർത്ഥവുമില്ല. രാഷ്ട്രീയമായ ലാഭം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ കേസായിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് കൊന്നാറിനോട് പറഞ്ഞു. കൊന്നാറ് എംഎൽഎയോട് തന്നെ, കോൺഗ്രസിന്റെ എംഎൽഎയോട് പറഞ്ഞു, ഇമാതിരി കേസുമായിട്ട് ഈ കോടതിയിലേക്ക് ഈ വരാന്തയിലേക്ക് വരാൻ പാടില്ല. കാരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരം കേസുമായിട്ട് വരികയാണ്. ആ കേസ് വരാൻ പാടില്ല, കേസുമായിട്ട് വരാൻ പാടില്ല എന്ന് കോടതി മുഴുവൻ താക്കീൽ പോലെ തന്നെ പറഞ്ഞു. അതുപോലെ ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതി ആ കേസ് എടുത്തില്ല. യഥാർത്ഥത്തിൽ എവിടെയും കേസില്ല. അപ്പോഴാണ് പുതിയൊരു കേസുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കേസ് കൊടുത്ത് കേസുണ്ടാക്കാനോ ആർക്കാ കേസുണ്ടാക്കാൻ പ്രയാസം? ഹൈക്കോടതിയിലേക്ക് പോയി. ഇപ്പോ ദിവസം മുമ്പ് ഹൈക്കോടതി പരിശോധിച്ചു. ഹൈക്കോടതി പറഞ്ഞു എഫ്ഐആർ ഇല്ല. എഫ്ഐആർ ഒരു കേസിന്റെ ഭാഗമായി എഫ്ഐആർ കൊണ്ട് എന്തെങ്കിലും തെളിവുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ? അപ്പൊ പറഞ്ഞു അന്വേഷിക്കണം. ഇതിനു വേണ്ടി അന്വേഷിക്കുന്നത് എഫ്ഐആർ ഉണ്ടാക്കാൻ. എഫ്ഐആർ ഉണ്ടാക്കാൻ വേണ്ടി അന്വേഷണം നടത്തിക്കോ എന്നാണ് യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞത്. അപ്പൊ കോടതിയുടെ നേരെ കോടതിയിലേക്ക് പോകാനുള്ള രണ്ട് ദിവസം ലീവായി നൽകുന്ന സമയത്താണ് ലീവുമായിട്ട് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. പിണറായി മുമ്പും വന്നിട്ടുണ്ട്, ഇപ്പോഴും എല്ലാ നാട്ടും ആവർത്തിച്ചിട്ടുണ്ട്. വഴിയിൽ കനമുണ്ടെങ്കിൽ മാത്രമേ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. എന്റെ കൈ ശുദ്ധമാണ് എന്ന അസംബ്ലിയിൽ ഈ രണ്ട് കൈയും ഉയർത്തിയിട്ട് പറഞ്ഞ ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖനായ ഇടതുപക്ഷ നേതാവാണ് സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായി അന്ന് പ്രവർത്തിച്ച സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കുന്ന ആരെയാ? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയുമാണോ നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കുന്നത്? നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലും അതുപോലെ സംസ്ഥാനങ്ങളിലും ഭയപ്പെടുത്തിയാൽ കോടാനുകോടി രൂപയുടെ സമ്പത്തിന്റെ അധിപന്മാരായി വെക്കുന്ന അവരെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ബിജെപിയുടെ പ്രസിഡന്റുമാരാക്കാൻ, ബിജെപിയുടെ മുഖ്യമന്ത്രിമാരാക്കാൻ ഈ കാലത്ത് നടത്തിയിട്ടുള്ള റെയിലിന്റെയും അതുപോലെ തന്നെ പീഡനത്തിന്റെയും ഭാഗമായി സാധിച്ചു എന്നൊരു ചരിത്രത്തിന്റെ ഭാഗം ഞങ്ങൾക്കറിയാം. അങ്ങനെ കേരളത്തിലെ ആരെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആരുമായി ബിജെപിയുടെ ഭാഗമാക്കി മാറ്റിക്കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ഈ നാട് വളരെ സേഫാണ് എന്ന് നല്ലതുപോലെ ഓർക്കുന്നത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നാടിന് പൈതൃകമായ പാരമ്പര്യമുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ പാരമ്പര്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടാണ് ഈ കേരളം. ശ്രീനാരായണ ഗുരുവായാലും അയ്യങ്കാളിയായാലും അക്കമ്പി സ്വാമികളായാലും അതുപോലെ നിരവധിയായ നവോത്ഥാന നായകന്മാരുടെ അവരുടെ ഏറ്റവും ശക്തമത്തായ ഇടപെടലിന്റെ ആശയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ലോകത്ത് തന്നെ ഇന്നും ആദരിക്കപ്പെടുന്നവരായി നിൽക്കുന്ന ആ മഹാരഥന്മാരുടെ പിന്തുണ തലമുറയായിട്ടാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടർച്ചയായി ദേശീയ പ്രസ്ഥാനവും, ദേശീയ പ്രസ്ഥാനത്തിന് തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനവും കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തിന് ധാരണയിൽ നിന്ന് മുന്നോട്ടേക്ക് നയിക്കുന്ന സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ ഇതുപോലെ ഈ ഓരോ പാമ്പ് കാണിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണ് നിങ്ങൾ ഭരിക്കുന്നതെങ്കിൽ അതിലൊന്നും വഴങ്ങാൻ മനസ്സില്ല.
എന്ന് തന്നെയാണ് റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം പിണറായി ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇവിടെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. അതിന് വഴങ്ങാൻ മനസ്സില്ല. ശരിയായ ദിശാബോധത്തോടുകൂടി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കും. ഇനിയാണ് അടുത്ത നേടാനും ബിജെപിയെ പറ്റി പറയുന്നില്ല, നരേന്ദ്രമോദിയെ പറ്റി പറയുന്നില്ല എന്നുള്ള വല്ലാതെ പ്രയാസമുള്ള ചില വസ്ത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം ആദ്യം അങ്ങനെ പറഞ്ഞത്. നാളെ ഇത് പറയാതിരിക്കണ്ട. ഇത് കൊടുക്കൂലെന്ന് ഇതിൽ മുന്നിൽ വെച്ചും പിരിയുന്നത് എന്തിനാണ് അതിന് വന്നതാണെന്ന് എന്തെങ്കിലും നാട്ടുപിഴേണ്ട നോക്കാനാണ് ഞങ്ങൾ പറയുന്നത് കൊടുക്കാനും വന്നു. ഞാൻ ഒരു കാര്യം ഇനി പറയാത്തത്, ആരാണ് കേരളത്തിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാവാണ്? ആരാ? രാഹുൽ ഗാന്ധിയാണ്. പെണ്ണുങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവരും പറയും രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ബിജെപിയെ പ്രതിരോധിക്കേണ്ടുന്ന ഇന്ത്യ കൂട്ടുകെട്ടിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളാണ്. കേരളം പോലെ രണ്ടുപക്ഷം പ്രസ്ഥാനത്തിന്റെ പല നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും പിന്നീട് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും എന്തേ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചതിലൂടെ അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ ഇപ്പം നല്ല പുതിയ കേരളം വന്നു. പേരെ ആർക്കും അറിയാത്തതാണ് ആ പുതിയ പേര്. ഇപ്പൊ പുതിയ പേര് എന്താ പേര്? അതാണ് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ആ പുതിയ ഒരു ടൈപ്പ് മതി. അത് മുരളെ വന്നതല്ല. അപ്പോൾ മാനാര് പറയുന്ന പോലെ അതിന്റെ പേര് കുന്നാകുളത്താണ്. മനസ്സിലായില്ലേ? പുതിയ ഒരു അവതാരം, പുതിയ ഒരു രീതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ കണ്ടു. കണ്ടിട്ടൊക്കെ അവർക്കൊന്നും ഞാനിപ്പോ പറയുന്നില്ല. കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ED പുറപ്പെട്ടു. അതല്ലേ നമുക്ക് നമ്മുടെ മുഴുവൻ അനുഭവമുള്ളൂ. ED പുറപ്പെട്ട പിണറായി വിജയന്റെ നാട്ടിൽ പിണറായിയുടെ വീട്ടിലേക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആളാണ്. അവർ കാണുന്ന ആളാണ് വീണ വിജയൻ. വീണ വിജയന്റെ ഭർത്താവ് കോഴിക്കോടാണ്. വിദ്യാസിന്റെ വീട്ടിൽ പിന്നെ 10-12 സ്ഥലത്ത് കാണാൻ എന്തേ കാര്യമുള്ളൂ. സേവനം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയാണ്. അതായത് 1.72 കോടി രൂപയ്ക്ക് സേവനം നൽകി മാസങ്ങളായി സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കരാർ അടിസ്ഥാനപ്പെടുത്തി ആ കരാറിന്റെ ഭാഗമായിട്ടുള്ള സേവനം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മുഴുവൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അന്വേഷണവും അവസാനിപ്പിച്ച് ഇതിനൊന്നും കാണില്ല. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി കേസുമായിട്ട് വരണ്ട എന്നുൾപ്പെടെ കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇവിടെ വീണ്ടും ഒരു പെറ്റീഷൻ വാങ്ങി അതിന്റെ മേലെ ഹൈക്കോടതി FIR ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ FIR ഇല്ല, എന്നാൽ അന്വേഷിച്ചോ എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അന്വേഷണത്തിൽ പുറപ്പെടുന്നത്. ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ്. ഇത് പിണറായിക്കെതിരായിട്ട് കടന്നാക്രമത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഈ ഗൂഢാലോചന ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ടുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തിയായി കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റത്തിന്റെ തോൽക്കത്തിൽ ഞങ്ങൾ തോൽക്കൽ നീക്കം ചെയ്തിട്ടുണ്ട്. തോറ്റാൽ എല്ലാം തോറ്റു വന്നോ, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ ജയവും പൂർത്തിയായി എന്നോ ഒന്നും കരുതുന്നവരല്ല ഞങ്ങൾ. പ്രത്യേകിച്ച് ഇടതുപക്ഷം എത്രയോ തോൽവി കണ്ടവരാണ്. ഏറ്റവും കൂടുതൽ തോൽവിയുണ്ടേ. ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റ ചരിത്രമാണ് മഹാഭൂതൻ. അത് മനസ്സിലായില്ല. ഒരുപാട് തോൽവിയാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. ആ തോൽവിയിൽ നിന്നാണ് ഞങ്ങൾ വിജയത്തിലേക്ക് മുന്നേറിയത്. അതുകൊണ്ട് തോൽവി കാണുമ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇത് അവസാനത്തേതാണ് എന്ന് കാണണ്ട. ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് അതിശക്തിയായിട്ട് കുതിരിച്ചാടി മുന്നോട്ടേക്ക് വരും വിജയത്തിലേക്ക്. അതിനെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. ഇതിന്റെ UDF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്കാവില്ല. അതിന് പൂർണ്ണമായിട്ട് എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ലാഭമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമ ശൃംഖലയിലെ വലിയ വിഭാഗത്തിലാവില്ല. ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കാവില്ല. എല്ലാറ്റിന്റെയും ഏറ്റവും ശക്തമായ രീതിയിലുള്ള കടന്നാക്രമങ്ങൾ അഭിമുഖീകരിച്ച കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം അതിശക്തിയായി ഇനിയും മുന്നോട്ടേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ
പിണറായി വിജയനെ പോലെയുള്ള ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുന്തമുറയാണ് സഖാവ് പിണറായി. ആ പിണറായിയെ തകർക്കാം, വ്യക്തിപരമായിട്ട് ആക്രമിക്കാം, അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർക്കാം എന്ന ധാരണ ഈ കേരളത്തിൽ വിലപ്പോവില്ല, കേരളം അംഗീകരിക്കില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഏറ്റവും ശക്തമത്തായ പ്രതിരോധം ചമച്ചുകൊണ്ട് ഇന്നലെ രാവിലെ മുതൽ മനസ്സിലാക്കിയ ആ ഘട്ടം മുതൽ ഈ കേരളം ഒറ്റ മനസ്സായി അതിശക്തിയായി രംഗത്ത് വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരും ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം ഇരമ്പിയാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലോകത്തിന്റെ വിവിധ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്ന പാർട്ടി ഉൾപ്പെടെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ പ്രതിരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള പാർട്ടി നേതാക്കളായ പ്രതിരോധത്തിന്റെ ഭാഗമായി വന്നു. സ്റ്റാലിൻ മുതൽ എതിരാൾ വരെയുള്ള എല്ലാവരും അഖിലേന്ത്യാടിസ്ഥാനത്തിൽ അഖിലേന്ത്യ ഞങ്ങളെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. ED ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്തു. ഇതൊരു ദേശീയ പ്രശ്നമായി, ഇതൊരു സാർവദേശീയ പ്രശ്നമായി. ഈ ദേശീയ പ്രശ്നമായ സാർവദേശീയ പ്രശ്നമായിട്ട് മാറിയ സഖാവ് പിണറായി വിജയനെതിരെയുള്ള കടന്നാക്രമം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഉള്ള കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും ഞങ്ങൾ നടക്കേണ്ട കാര്യമില്ല, അത് കേസിൽ നിന്ന് കൈകാര്യം ചെയ്യപ്പെടും. പക്ഷേ ആ കേസിന്റെ പേരിൽ മറവിൽ പിണറായി വിജയനെ ആക്രമിക്കാനുള്ള നീക്കത്തിനെതിരായി രാഷ്ട്രീയമായും നിയമപരമായും ജനകീയമായ പോരാട്ടത്തിലൂടെയും ഇതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ മുന്നോട്ടേക്ക് വരും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഇടതുപക്ഷ ജനാധിപത്യം ഇന്നലെ പ്ലാൻ ചെയ്ത ഈ പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 14 ജില്ലകളിലും ഇപ്പോൾ വൈകുന്നേരം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പ് നടക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.